നാളെ പരലോകത്ത് അല്ലാഹു തആല കുറേ ആൾക്കാരെ മുഅ്മിനീങ്ങളെ, അതിലാണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്, മലയാളിയുണ്ട്, ബംഗാളിയുണ്ട്, അറബിയുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നല്ലവരായ മുഅ്മിനീങ്ങളുടെ ഹിസാബും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അല്ലാഹു തആല സ്വർഗ്ഗലോകത്തേക്ക് സ്വർഗ്ഗത്തിന്റെ പട്ടുടുപ്പുകൾ ധരിപ്പിച്ച് അവരേതാ മലായികത്തീങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇവരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളും. ഇവർ സ്വർഗത്തിന്റെ അഹ്ലുകാരാണ്, എന്റെ പൊരുത്തം ലഭിച്ചവരാണ്. അവരുടെ എല്ലാ പാപങ്ങളും ഞാൻ പൊറുത്തിട്ടുണ്ട്, സർവ്വ സൽക്കർമ്മങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ്, എനിക്ക് വേണ്ടി നല്ലോണം കർമ്മങ്ങൾ ചെയ്തവരാണ്, എനിക്ക് വേണ്ടി വഅദ് കേട്ടവരാണ്, എനിക്ക് വേണ്ടി നിസ്കരിച്ചവരാണ്. അതുകൊണ്ട് അവർ സ്വർഗത്തിലാണ്. സ്വർഗത്തിന്റെ പട്ടുടുപ്പുകൾ ധരിപ്പിക്കപ്പെട്ട നിലയിൽ ആ നല്ല മനുഷ്യന്മാര് സ്വർഗത്തിലേക്ക് അങ്ങനെ ആനയിക്കും. എന്നിട്ട് സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ വിടാതെ സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ ഉമ്മറപ്പടി അവരെ നിർത്തും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? തിരിയുന്നില്ലേ? ഇത് ഫസ്റ്റ് കേട്ടോളാം, ബാക്കി അതിന്റെ പുറം കേട്ടില്ലെങ്കോ. 2 മണിക്കൂറിലത് ഫുള്ള് കേട്ടോളൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരു വാക്കെങ്കിലും പഠിച്ചിട്ടെങ്കിലും മതി. ഒന്ന്. രണ്ടാമത്, ഇത് ബായി വളർന്നിട്ട് ഇങ്ങനെ കേൾക്കാൻ ഇത് പാട്ടല്ല, ഇത് ദീനാണ്, ഇത് ഇബാദത്താണ്, ഇത് ഏറ്റവും വലിയ അമലാണ്, ഇത് ഏറ്റവും വലിയ ദിക്റാണ്. കൂടാതെ നാളെ മറ്റുള്ളവർക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കേണ്ട ഇൽമ. ഇത് പഠിക്കാൻ വേണം. 1. 2. മൂന്നാമത്, കിടാക്കളെ എതിരിലേക്ക് വിട്ടേ വേണ്ട. കിടാക്ക പോകണം, മജ്ലിസിൽ പോകണം. കാരണം കിടാക്കളെ ദുആക്ക് ഇജാബത്തുണ്ട്. കിടാക്കളെ ദുആ തട്ടിക്കളയാൽ ദ്വാരക്കുന്നോടല്ല അവർ ഇരുത്തിക്കൊള്ളണം. ഈ പാഞ്ഞോണ്ടും ഇരുന്നോണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ബണ്ണി ദ്വാരക്കം വിളിപ്പിച്ചിട്ട് വരാൻ. കിടാക്കളല്ലേ, പൈതങ്ങളല്ലേ, അവർക്കറിയാലോ. അവർക്ക് ലൈറ്റും വെളിയെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷവും ഖുഷിയുമാണ്. അപ്പൊ കുറച്ചൊക്കെ തുള്ളലും പായലും ചാട്ടവും ഓട്ടോയിലും ഇരിക്കലും എണിക്കലെല്ലാം ജോറാവും, സാധാരണയാണ്. അതിന് ഞമ്മ അവരെ പേടിപ്പിക്കണ്ട, കണ്ണൂർത്തിയിട്ട് ജോറാക്കാൻ നിൽക്കണ്ട. ചെറിയ പൈതങ്ങളാണ്, അല്ലാഹു തആല അവരെയും ഞങ്ങളെയും നന്നാക്കി തരട്ടെ. എന്നാലും വയല് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അവരെ ഫ്രണ്ടിലേക്ക് വിടണമെന്നില്ല. ഫ്രണ്ടിലേക്ക് വരണ്ടേ വലിയോർ, അവരെ ബാക്കിൽ തന്നെ ഇരിക്കെങ്കിലായി. ഏതായാലും 200 അണിക്കണ്ട നല്ല കുഞ്ഞുങ്ങൾ. അല്ലാഹു ഞങ്ങളെയും അവരെയും നന്നാക്കി തരട്ടെ. ഞങ്ങളെ മക്കൾ അല്ലാഹു തആല അവരെ കൊണ്ട് അല്ലാഹു ഞങ്ങളെ ഇസ്സത്ത് കാക്കട്ടെ. അവരെയും ഞങ്ങളെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ ചേർക്കട്ടെ. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് ഇത് നല്ലോണം കേട്ടോളൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ വയലിന്റെ ഏറ്റവും വലിയ പോയിന്റ് ആണ് ഈ പറയാൻ പോകുന്നത്. എന്റെ വിഷയത്തിന്റെ ഏറ്റവും വലിയ പോയിന്റ്. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് ഒരുപാട് നല്ല ആൾക്കാർ, 100 അല്ല 200 അല്ല ലക്ഷങ്ങളല്ല, എത്രയോ ജനങ്ങൾ, ആണുങ്ങൾ പെണ്ണുങ്ങള്, അവരെ എല്ലാ ഹിസാബും അല്ലാഹുവിന്റെ അടുക്കൽ കഴിഞ്ഞു. എല്ലാ പരിശോധനകളും കഴിഞ്ഞു. അല്ലാഹുവിന്റെ അടുക്കൽ അവർ സ്വാലിഹീങ്ങളാണെന്ന് തെളിഞ്ഞു. അങ്ങനെ അല്ലാഹു തആല മലായികത്തീങ്ങളെ വിളിച്ചിട്ട് പറയും, അവർക്ക് സ്വർഗത്തിന്റെ പട്ടുടുപ്പുകൾ ധരിപ്പിച്ച സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ, സ്വർഗത്തിലേക്ക് കടത്തിക്കോളോ എന്ന് പറയപ്പെട്ട ആ ജനങ്ങളെ സ്വർഗത്തിന്റെ വട്ടുടുപ്പുകൾ ധരിപ്പിച്ച് സന്തോഷത്തോടെ മാലാകമാർ സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടി കൊണ്ടുവരുമ്പോ അല്ലാഹ് പറയുന്നു അവരോട്, അവിടെ നിർത്തിക്കോളൂ. സ്വർഗത്തിന്റെ ഉമ്മറപ്പടിയില പരിശുദ്ധമായ പരിപാവനമായ വിശാലമായ അവർണ്ണനീയമായ സുഖലോക സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ അവർ നിൽക്കുകയാണ്. അവിടെ പെൻഡിങ് ആവുകയാണ്. അകത്തേക്ക് അനുമതിയില്ല. സ്വർഗത്തിലേക്ക് അകത്തേക്ക് കടക്കാൻ പ്രവേശന അനുമതി ലഭിച്ചിട്ടില്ല. സ്വർഗത്തിന്റെ ഭൂമുറ്റത്ത്, സ്വർഗലോക സ്വർഗത്തിന്റെ തിരുമുറ്റത്ത് ആ പടിവാതിൽക്കൽ അവിടെ നിൽക്കുകയാണ് എത്രയോ ജനങ്ങള്, എത്രയോ നല്ലവരായ വിശ്വാസികള് സ്വർഗത്തിലേക്ക് കടക്കേണ്ടവരായിരുന്നു. പക്ഷേ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ ശേഷം അപ്പുറത്തുകൂടി കുറെ ആൾക്കാർ വരുന്നു, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു. പിന്നെയും ആൾക്കാർ വരുന്നു, സ്വർഗത്തിലേക്ക് കടക്കുന്നു, അകത്ത് കടക്കുന്നു, സ്വർഗത്തിലേക്ക് ചേരുന്നു. ഇവരാണെങ്കിൽ നേരത്തെ വന്നവരാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ മുമ്പല്ല, 1 മണിക്കൂർ മുമ്പല്ല, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി അതിൽ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് സുഖലോക സ്വർഗത്തിലേക്ക് വിധിക്കപ്പെട്ടിട്ട്
വിധിക്കപ്പെട്ടിട്ട് പോലും സ്വർഗത്തിന്റെ അകത്തേക്ക് പ്രവേശന അനുമതി ലഭിക്കാതെ സ്വർഗത്തിന്റെ ഭൂമുറ്റത്തതാ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കുള്ള യോഗം. അകത്തേക്ക് പ്രവേശനമില്ല. ആ നിൽപ്പ് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി അതങ്ങനെ തുടരുന്നു. അതിന്റെ ഇടയിലാണ് എത്രയോ മനുഷ്യന്മാർ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. അവർക്ക് നിൽക്കേണ്ടി വരുന്നില്ല. ഒരു മിനിറ്റ് പോലും അവരോട് അവിടെ നിൽക്കണമെന്നുള്ള പറയുന്നില്ല. അവർ എങ്ങനെ കടന്നു പോകുമ്പോ ഈ നേരത്തെ നിൽക്കുന്ന ഞങ്ങളെ പോലത്തെ ചില മനുഷ്യന്മാർ, നല്ലവരായ സ്വർഗത്തിന്റെ ഹലികാരായി വിധിക്കപ്പെട്ട ആൾക്കാർ പടച്ച റബ്ബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാ, ഞങ്ങൾ എന്തേ ഇവിടെ പെൻഡിങ് ആയി? ഞങ്ങെന്തേ ഇവിടെ ബാക്കിയായി? ഞങ്ങളെ ഹിസാബ് കഴിഞ്ഞല്ലോ, ഞങ്ങളെ എല്ലാ പരിശോധനകളും കഴിഞ്ഞല്ലോ. നീ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പിന്നെ പാസ് തന്നിട്ട് പോലും പ്രവേശന അനുമതി ലഭിച്ചില്ല. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഈ നിൽപ്പ് കുറയായല്ല. എന്തുകൊണ്ട്? ഞങ്ങൾ എന്തേ വൈകുന്നു? ഞങ്ങൾ എന്തേ ലേറ്റാവുന്നു എന്ന് ചോദിക്കുമ്പോ പടച്ച റബ്ബ് ആ നല്ല മനുഷ്യന്മാരോട്, സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട നല്ല മനുഷ്യന്മാരോട്, കാലങ്ങളായി കാത്തു നിൽക്കുന്ന സ്വർഗത്തിന്റെ പൂമുഖവാതിൽക്കൽ നിൽക്കുന്ന ആ നല്ല ആൾക്കാരോട് അല്ല പറയുന്നൊരു മറുപടിയുണ്ട്. എന്റെ ഊജമ്പാടിയിലുള്ള നല്ലവരായ ആണുങ്ങൾ കേൾക്കണോ? ഉമ്മ പെങ്ങന്മാർ കേട്ടോ? അല്ല അവരോട് പറയുന്ന മറുപടി എന്തറിയാ? മനുഷ്യരെ, നിങ്ങളെ എപ്പോഴേ സ്വർഗത്തിൽ കടക്കേണ്ടവരായിരുന്നു. നിങ്ങളെ ഹിസാബ് കഴിഞ്ഞിട്ടുണ്ട്, നിരീക്ഷണ പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, പരിശോധന കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാം കൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടവർ തന്നെയാണ്. എന്നാലും നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാതെ കണ്ടിവിടെ നിർത്തപ്പെടാൻ കാരണോ? നിങ്ങൾ വൈകിപ്പോകാൻ കാരണോ? നിങ്ങൾ കടക്കുന്നത് ലേറ്റാവാൻ കാരണോ? നിങ്ങളെ കടക്കുന്നത് ലേറ്റാവാന് കാരണം എന്റെ ദുനിയാവില് എല്ലാ നല്ല കാര്യങ്ങളിലും നിങ്ങൾ ബാക്കായിരുന്നു, ലേറ്റായിരുന്നു. അതുകൊണ്ട് ഇവിടെയും നിങ്ങൾ ലേറ്റാണ്. ധൃതി വേണ്ട. ജുമാക്ക് വരുമ്പോ 11:58 12:58 കാത്തിരുന്നിട്ടില്ലേ? കുറച്ചെങ്കിലും ബാങ്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ലല്ലോ. പിന്നെ സ്വർഗത്തിലേക്ക് ബാങ്ക് കയറണമെന്നെന്ത്? വാലിന്റെ അവിടെ തുടങ്ങിച്ചാട്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ കാത്തിരുന്ന്? തുടങ്ങി പിന്നല്ലേ ഞങ്ങൾ പോയ? അവിടെയല്ലേ ഞങ്ങൾ ലേറ്റായത്? അപ്പോഴാണല്ലോ അവിടെ ചോദിക്കുന്നവന് സ്വർഗത്തിലേക്ക് കടക്കണോന്ന്. എത്ര സ്പീഡ് എന്ത്, അർജന്റ് എന്ത്, തിരക്കെന്ത്? ഇനി വാലിന്റെ അവിടെ ഇരുന്ന് നിങ്ങളോ ബാക്കിലത്തെ കസേരയിലല്ലേ ഇരുന്ന്? ഫ്രണ്ടില് പോയിട്ടിരുന്നില്ലാലോ. എങ്ങനെങ്കിലും കേട്ടങ്ങ് മതിയല്ല, എങ്ങനെങ്കിലും ഇരുന്നങ്ങ് മതിയല്ല, എങ്ങനെങ്കിലും സംഗതി നടന്നങ്ങ് മതിയല്ല എന്ന് ചിന്തിച്ചത് കൊണ്ട് ഇവിടെയും നിങ്ങൾക്ക് എന്തേ തിരക്ക? പോണോന്നെന്തേ, അർജന്റ് എന്തേ, തിരക്കെന്താ? ഒരിത്തിരി നിന്നോളൂ. അപ്പോഴാണ് അവർക്ക് കാര്യം ബോധ്യമാകുന്നത്. പടച്ച റബ്ബിനോട് അവർ പറയുന്നു, അല്ലാഹ്, ഞങ്ങളെ ഭാഗത്തുനിന്ന് വന്ന ഏറ്റവും വലിയ വീഴ്ചയാണ്, ഗുരുതരമായ തെറ്റാണ്. ആവർത്തിക്കാൻ ഇനി അവസരമില്ല. ഞാൻ ഇതെന്തിനു പറഞ്ഞേ? ഞമ്മ ഒന്നിനും ബാക്കാവാൻ കഴിയാ. നാളെ അവിടെയും ബാക്കാവും.